ഒറ്റമകൾക്കുള്ള CBSE മെറിറ്റ് സ്കോളർഷിപ്പിന് ഈ മാസം 23 വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ബിരുദാനന്തര പഠനരംഗത്ത് അടിമുടി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന കരട് റിപ്പോർട്ട് UGC പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തും 4 വർഷ ഇന്റഗ്രേറ്റഡ് ബിഎഡിന് ശുപാർശ. നമസ്കാരം. LK എഡ്യൂക്കേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റമകൾക്കുള്ള CBSE മെറിറ്റ് സ്കോളർഷിപ്പിന് ഈ മാസം 23 വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. 2024 10 ജയിച്ചവരുടെ പുതിയ അപേക്ഷയും 2023 ജയിച്ചവരുടെ പുതുക്കൽ അപേക്ഷയും പരിഗണിക്കും. ഒറ്റമകൾക്കുള്ള CBSE മെറിറ്റ് സ്കോളർഷിപ്പിന് 23 വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ്. 2023-24 10 ജയിച്ചവരുടെ പുതിയ അപേക്ഷ CBSE അഫിലിയേഷനുള്ള സ്കൂളിൽ പഠിച്ച് ആദ്യ 5 വിഷയങ്ങളിൽ 70% മാർക്കോടെ 10 ജയിച്ചിരിക്കണം. 10ലെ പ്രതിമാസ ട്യൂഷൻ ഫീ 2500 രൂപയും 11-12 ക്ലാസുകളിലെ ട്യൂഷൻ ഫീ 3000 രൂപയും കവിയരുത്. 11ൽ 70% മാർക്കുള്ളവർക്ക് 12ലെ പഠനത്തിന് സ്കോളർഷിപ്പ് പുതുക്കാം. 2022-23 10 ജയിച്ചവരുടെ പുതുക്കൽ അപേക്ഷ 11ൽ ഈ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നവർക്ക് 12ലേക്ക് പുതുക്കാം. പക്ഷേ 11ൽ 50% മാർക്കോടെ ജയിച്ചിരിക്കണം. 10ലെ പ്രതിമാസ ട്യൂഷൻ ഫീ 1500 രൂപ കവിയരുത്. 11-12 ക്ലാസുകളിലേക്ക് യഥാക്രമം 10% വരെ കൂടാം. പൊതുവ്യവസ്ഥകൾ. 2023-ലും 2024-ലും 10 ജയിച്ചവർക്ക് പൊതുവായ വ്യവസ്ഥകളുണ്ട്. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയരുത്. 10, 11, 12 ക്ലാസുകളിലെ പഠനം CBSE സ്കൂളിലായിരിക്കണം. NRI വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. അവർക്ക് പ്രതിമാസ ട്യൂഷൻ ഫീ 6000 രൂപ വരെയാകാം. മറ്റു സ്കോളർഷിപ്പുകൾ സമാന്തരമായി വാങ്ങുന്നതിന് തടസ്സമില്ല. വ്യവസ്ഥകൾ പാലിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രതിമാസം 1000 രൂപ 2 വർഷത്തേക്ക് ലഭിക്കും. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതിന്റെയും തുടർ നടപടികളുടെയും നിർദ്ദേശങ്ങൾ സൈറ്റിലുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന നടത്തി സാക്ഷ്യപ്പെടുത്തും. +2 ഏതുമാകട്ടെ, ബിരുദ വിഷയത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം. അടിമുടി മാറ്റങ്ങളുമായി UGC. ന്യൂഡൽഹി. ബിരുദാനന്തര പഠനരംഗത്ത് അടിമുടി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന കരട് റിപ്പോർട്ട് UGC പ്രസിദ്ധീകരിച്ചു. മുൻപ് UGC അവതരിപ്പിച്ച വിവിധ ശുപാർശകളും ചേർത്താണ് UG PG പഠനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങൾ അറിയിക്കാൻ 23 വരെ അവസരമുണ്ട്. ഇഷ്ടവിഷയത്തിന് എൻട്രൻസ്. 12ാം ക്ലാസ്സിലെ പഠനത്തിനനുസരിച്ചാണ് ബിരുദത്തിലെ വിഷയം തിരഞ്ഞെടുക്കാൻ നിലവിൽ അവസരം. ഇതിനു പകരം 12ൽ ഏത് വിഷയം പഠിച്ചാലും ദേശീയ തലത്തിലോ സർവകലാശാലാ തലത്തിലോ ഉള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയാൽ ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനം നടത്താം. ഏതു വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാക്കിയാലും എൻട്രൻസിൽ വിജയിച്ച് ഇഷ്ടമുള്ള PGയും പഠിക്കാം. ഒരേ സമയം 2 വിഷയങ്ങളിൽ UG PG പഠനവും അനുവദിക്കും. വർഷത്തിൽ 2 തവണ പ്രവേശനം. നിലവിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് പ്രവേശനം. ഇതിനൊപ്പം ജനുവരി, ഫെബ്രുവരി മാസത്തിലും പ്രവേശനം നടത്താമെന്ന് നിർദ്ദേശിക്കുന്നു. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് അവസരവും ഉണ്ടാകും. വൊക്കേഷണൽ പ്രോഗ്രാമുകളിൽ നിന്ന് പരമ്പരാഗത പ്രോഗ്രാമുകളിലേക്കും തിരിച്ചു മാറാനുള്ള സൗകര്യം ഒരുക്കണമെന്നും ശുപാർശ. ഹാജറിൽ കർക്കശ്യമില്ല. സ്ഥാപനങ്ങൾക്ക് പ്രോഗ്രാമുകളുടെ സ്ഥിതി അനുസരിച്ച് കുറഞ്ഞ ഹാജർ നില നിശ്ചയിക്കാം. സ്ഥാപനങ്ങളിലെ ഗവേണിംഗ് കൌൺസിലിന്റെ അനുമതി മാത്രം മതി. നിലവിൽ യൂണിവേഴ്സിറ്റിയാണ് ഹാജർ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. പരീക്ഷയിൽ സ്വതന്ത്ര പരീക്ഷയുടെ കാര്യത്തിലും സ്ഥാപനങ്ങൾക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കാം. ഓൺലൈൻ, ഓഫ്ലൈൻ, വൈവ തുടങ്ങിയ ഏതു രീതിയും സ്വീകരിക്കാം. പരീക്ഷ ഏത് തരത്തിലാണെന്ന് അക്കാദമിക് ഘട്ടത്തിന്റെ തുടക്കത്തിൽ അറിയിക്കണം. തുടർ മൂല്യനിർണ്ണയവും ഇതിനൊപ്പം നിർബന്ധമായി വേണം. ഇതിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം. ഇന്റേൺഷിപ്പ് നിർണായക ബിരുദ പഠനം പൂർത്തിയാക്കാനുള്ള ആകെ ക്രെഡിറ്റിന്റെ പകുതിയെങ്കിലും പ്രധാന വിഷയത്തിൽ നിന്ന് വേണം. ബാക്കിയുള്ള 50% ക്രെഡിറ്റ് നൈപുണ്യ കോഴ്സുകൾ, മൾട്ടി ഡിസിപ്ലിനറി വിഷയങ്ങൾ, ഇന്റേൺഷിപ്പുകൾ എന്നിവയിലൂടെ നേടാം. ആക്സിലറേറ്റഡ് എക്സ്റ്റെൻഡ് ബിരുദ 3 വർഷം 6 സെമസ്റ്റർ ബിരുദ പ്രോഗ്രാമിന് ആവശ്യമായ ക്രെഡിറ്റ് നേരത്തെ സ്വന്തമാക്കി 5 സെമസ്റ്ററിൽ പഠനം പൂർത്തിയാക്കാം. 4 വർഷ 8 സെമസ്റ്റർ പ്രോഗ്രാമാണെങ്കിൽ പരമാവധി 2 സെമസ്റ്റർ വരെ ഇത്തരത്തിൽ കുറയ്ക്കാം. 3-4 വർഷ പ്രോഗ്രാമുകളിൽ ഓരോ സെമസ്റ്ററിലും നേടേണ്ട ക്രെഡിറ്റുകൾ കുറച്ച് അധികമായി 2 സെമസ്റ്റർ കൂടി പഠിക്കാനും സാധിക്കും. അഡ്വാൻസ് PG, ഫിസിക്സ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ 4 വർഷ ബിരുദ ഓണേഴ്സ് വിത്ത് റിസർച്ച് നേടുന്നവർക്ക് MTech, MA പ്രോഗ്രാമുകളിൽ ചേരാം. സംസ്ഥാനത്തും 4 വർഷ ഇന്റഗ്രേറ്റഡ് ബിഎഡിന് ശുപാർശ. ഇനി DLED നിർത്തും. പകരം 4 വർഷ ബിഎഡിൽ ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി സ്പെഷ്യലൈസേഷനുകൾ, BA, BSc, BCom എന്നിവ ചേർത്തുള്ള 4 വർഷ ഇന്റഗ്രേറ്റഡ് ബിഎഡ് പ്രോഗ്രാമുകൾ സംസ്ഥാനത്ത് ആരംഭിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ രൂപീകരിച്ച കരിക്കുലം കമ്മിറ്റി ശുപാർശ ചെയ്തു. +2 ആകാം അടിസ്ഥാന യോഗ്യത. നിലവിലുള്ള 2 വർഷ ബിഎഡും തുടരും. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിഎഡ് കോഴ്സ് ആരംഭിക്കണമെന്നാണ് നാഷണൽ ടീച്ചർ എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ ശുപാർശ.
B.Ed സെന്ററുകളിലും 4 വർഷ പ്രോഗ്രാമിന് സർക്കാർ അനുമതി തേടും. DLED ഉൾപ്പെടെയുള്ള അധ്യാപക പരിശീലന കോഴ്സുകൾ ഭാവിയിൽ ഉണ്ടാവില്ല. പകരം 4 വർഷ B.Edൽ ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നിങ്ങനെ 4 സ്പെഷ്യലൈസേഷനുകളും വരും. ഇതിനനുസരിച്ചായിരിക്കും സ്കൂളുകളിലെ വിവിധ സെക്ഷനുകളിൽ പഠിപ്പിക്കാനുള്ള അവസരം. കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ MA, MSc, MCom, MEd എന്നിങ്ങനെ PG കോഴ്സുകൾക്കും ചേരാം. ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഇപ്പോൾ BA B.Ed, BSc B.Ed ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുള്ളത്. കരിക്കുലം കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രി R. ബിന്ദുവിന് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ മോഹൻ വി. മേനോൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ്, കമ്മിറ്റി കൺവീനർ ഡോക്ടർ മുഹമ്മദ് സലീം എന്നിവർ പങ്കെടുത്തു. കരിക്കുലം കമ്മിറ്റിയിൽ ഡോക്ടർ K. അനിൽകുമാർ, ഡോക്ടർ JV ആശ, ഡോക്ടർ K. സാജൻ, ഡോക്ടർ KP സുരേഷ്, ഡോക്ടർ TC തങ്കച്ചൻ എന്നിവർ അംഗങ്ങളായിരുന്നു. റിസർച്ച് ഓഫീസർ ഡോക്ടർ മനുലാൽ P. റാം കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളെയും B.Ed കോളേജുകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൌൺസിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേറ്ററ്റ് പരീക്ഷകൾ ജനുവരിയിൽ. കേറ്ററ്റ് 2024 നവംബർ സെഷനിലെ കേറ്ററ്റ് 2024 പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് കേരള പരീക്ഷാ ഭവൻ ഉടൻ പുറത്തിറക്കും. കേറ്ററ്റ് ഹാൾ ടിക്കറ്റ് 2024 2025 ജനുവരി 8 ഔദ്യോഗിക വെബ്സൈറ്റിൽ ketet.kerala.government.in എന്ന വെബ്സൈറ്റിൽ റിലീസ് ചെയ്യും. കേറ്ററ്റ് പരീക്ഷ 2025 ജനുവരി 18, 19 തീയതികളിൽ നടക്കും. കേറ്ററ്റ് അപേക്ഷാ ഫോം 2024 നവംബർ 11 മുതൽ 25 2024 വരെ ലഭ്യമായിരുന്നു. കേരളത്തിലെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ മതിയായ വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത നിർണ്ണയിക്കാൻ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ വർഷത്തിൽ 2 തവണ കേരളത്തിലെ പരീക്ഷാ ഭവൻ നടത്തുന്നു. UGC നെറ്റ് 2024 ഡിസംബറിലെ പരീക്ഷ 2025 ജനുവരി 1 മുതൽ ജനുവരി 19 വരെ. UGC നെറ്റ് 2024 ഡിസംബർ സെഷന് അപേക്ഷിക്കാനുള്ള തീയതി 2024 ഡിസംബർ 10 മുതൽ ഡിസംബർ 11 വരെയായിരുന്നു. കൂടാതെ UGC നെറ്റ് 2024 ഡിസംബർ സെഷന്റെ ഔദ്യോഗിക അറിയിപ്പ് നവംബർ 19 NTA പുറത്തിറക്കി. UGC നെറ്റ് 2024 ഡിസംബർ സെഷൻ അപേക്ഷ തിരുത്തൽ വിൻഡോ ഡിസംബർ 13 മുതൽ ഡിസംബർ 14, 2024 വരെ തുറന്നിരിക്കും. UGC നെറ്റ് 2024 ഡിസംബറിലെ പരീക്ഷ ജനുവരി 1 മുതൽ ജനുവരി 19, 2025 വരെ നടത്തും. 2024 ഡിസംബർ മുതലുള്ള UGC നെറ്റ് പരീക്ഷയിൽ നിലവിലുള്ള UGC നെറ്റ് വിഷയങ്ങളുടെ പട്ടികയിലേക്ക് ആയുർവേദ ബയോളജി ഒരു അധിക വിഷയമായി കമ്മീഷൻ അവതരിപ്പിച്ചു. CSIR UGC നെറ്റ് 2024 രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഈ മാസം 30 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. 2024 ഡിസംബർ 9 മുതൽ 2024 ഡിസംബർ 30 വരെയാണ് അപേക്ഷിക്കേണ്ട സമയം. ഡിസംബർ 31 മുൻപ് പരീക്ഷാ ഫീസ് അടയ്ക്കണം. 2025 ജനുവരി 1, 2 തീയതികളിൽ പരീക്ഷ എഴുതുന്നവർക്ക് അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താൻ അവസരമുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചതനുസരിച്ച് 2025 ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 28 വരെയാവും പരീക്ഷ നടക്കുക. ആകെ 180 മിനിറ്റ് അഥവാ 3 മണിക്കൂർ നേരം പരീക്ഷ നീണ്ടുനിൽക്കും. ഭൂമി, പാരിസ്ഥിതിക, സമുദ്ര ഉപഗ്രഹശാസ്ത്രം, കെമിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, കണക്ക്, ഊർജ്ജതന്ത്രം എന്നിവയാവും പരീക്ഷയിൽ ചോദിക്കുന്ന വിഷയങ്ങൾ. പരീക്ഷ എഴുതുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. ഒരാൾക്ക് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ അനുവാദമുള്ളൂ. ഒരു സാഹചര്യത്തിലും ഒരാൾക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ അനുവാദമില്ല. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തങ്ങൾ ഇതിന് യോഗ്യരാണോ എന്ന് പരീക്ഷാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓൺലൈനിലൂടെ പരീക്ഷാ ഫീസ് അടയ്ക്കാം. UPI, ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ഫീസ് അടയ്ക്കാൻ ഉപയോഗിക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും സ്വന്തം മാതാപിതാക്കളുടെയോ ഗാർഡിയന്റെയോ ആണെന്ന് ഉറപ്പുവരുത്തണം. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.